ഇത് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. നമ്മളുടെ ബ്രെയിന് എപ്പോഴും ഒരു ഈസി റിവാർഡ് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഹാർഡ് റിവാർഡ് ഏരിയ ആണ്. നമ്മളുടെ ബ്രെയിൻ സയൻസ് എന്താണ് എന്നുള്ളത് ഞാനൊന്ന് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ബ്രെയിൻ സയൻസിൽ തന്നെ നമുക്ക് മടി ഉണ്ടാവാനായിട്ടുള്ള ചില കാരണങ്ങൾ എന്നുള്ളത് ഉണ്ട്. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് പറഞ്ഞു തരാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡോപ്പമീൻ ഹൈജാക്ക് എന്ന് പറയുന്നത്. ഡോപ്പമീൻ ഹൈജാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിങ്ങളിൽ കൂടുതൽ ആളുകൾക്കും മടി ഉണ്ടാവുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് ഈ ഒരു ഡോപ്പമീൻ ഹൈജാക്ക് എന്നുള്ളത് ആണ്. എന്താണ് ഡോപ്പമീൻ ഹൈജാക്ക്? നിങ്ങൾ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ഒരു എന്റർടൈൻമെന്റ് വീഡിയോസ് കാണുന്ന സമയത്ത്, നിങ്ങൾ ഫോൺ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങളുടെ തലച്ചോറിന് അതിൽ നിന്ന് ഒരു ഈസി റിവാർഡ് എന്നുള്ളത് കിട്ടുന്നുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങളുടെ തലച്ചോറിന് ഒരു ഈസി റിവാർഡ് എന്നുള്ളത് കിട്ടുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു വർക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്ത് അതിന്റെ റിവാർഡ് എടുക്കുക എന്നുള്ളത് ഇത് ഒരു ഹാർഡ് റിവാർഡാണ് നിങ്ങളുടെ തലച്ചോറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോ നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യങ്ങളിലേക്കായിരിക്കും എപ്പോഴും ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ മുന്നില് നിങ്ങളുടെ തലച്ചോറിന് ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്, ഇന്ന് ഡോപ്പമീൻ കണ്ടെത്താനായിട്ട് ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട്, ഇങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഈ രണ്ട് ഓപ്ഷൻ നിങ്ങൾ മുന്നിൽ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് ഈ ഒരു ഈസി റിവാർഡ് കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്കായിരിക്കും നമ്മളെ ട്രിഗർ ചെയ്യുന്നുണ്ടാവുന്നത്. ഫോൺ വീഡിയോസ് കാണുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി പറയാണ്, നിങ്ങള് ഒരു 10 ദിവസം വർക്ക് ചെയ്ത് അതിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാക്കുന്ന സമയത്ത് കിട്ടുന്ന റിവാർഡിനെക്കാളും അല്ലെങ്കിൽ അതേപോലത്തെ റിവാർഡ് നിങ്ങൾ ഒരു 1 hour ഇരുന്ന് ഇൻസ്റ്റാഗ്രാം റീല് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. നിങ്ങൾ ഒരു 1.5 hour ഇരുന്ന് ഫോൺ വീഡിയോസ് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയില് ഗോസിപ്പ് സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോ നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ എന്നുള്ളത് ഹാർഡ് റിവാർഡ് ഏരിയ ആണ്. പക്ഷേ നമ്മളുടെ തലച്ചോറിന് നമ്മൾ ഈ ഈസി റിവാർഡ് എന്നുള്ളത് ഇങ്ങനെ കൂടുതലായിട്ട് അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോ ഇവിടെ ഡോപ്പമീൻ ഹൈജാക്ക് എന്നുള്ള ഒരു കാര്യം നടക്കുന്നുണ്ടാവും. നമ്മളുടെ ബ്രെയിന് എപ്പോഴും ഒരു ഈസി റിവാർഡ് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് എങ്ങനെ ഡോപ്പമീൻ കിട്ടും, അതാണ് നമ്മുടെ ബ്രെയിൻ ചൂസ് ചെയ്യുന്നുണ്ടാവുക. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലേസിനെസ് എന്നുള്ളത് ഒരു ഹാബിറ്റ് ആണ് എന്നാണ് നമ്മൾ എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മടി മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ടിലുള്ള ഈ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഈ ലേസിനെസ് എന്ന് പറയുന്നത് ഒരു ശീലമാണ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. ഇതൊരു ഹാബിറ്റ് ആണ് എന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ലേസിനെസ്, മടി എന്നുള്ളത് ഒരു ഹാബിറ്റ് അല്ല. ഇത് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐഡന്റിറ്റി ആണ്. ലേസിനെസ് എന്നുള്ളത്, ഞാൻ മടിയനാണ് എന്നുള്ളത് നമുക്ക് നമ്മൾ തന്നെ ചില പ്രാക്ടീസുകളിലൂടെ ഓരോ പ്രാവശ്യവും നിങ്ങൾ ഒരു കാര്യത്തെ മാറ്റിവെക്കുന്ന സമയത്ത്, ഓരോ പ്രാവശ്യവും നിങ്ങൾ ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലേസിനെസ് ഐഡന്റിറ്റിയുടെ സ്ട്രെങ്ത് എന്നുള്ളത് കൂട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോ മടി എന്നുള്ളത് എന്താ? ഒരു ഐഡന്റിറ്റി ആണ്, അല്ലാണ്ട് ഹാബിറ്റ് അല്ല. ഞാൻ മടിയനാണ്, ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ നമുക്ക് തന്നെ ചില പ്രാക്ടീസിലൂടെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. അപ്പോ ഞാൻ നിങ്ങളോട് തുടക്കം തന്നെ പറയുന്നത്, നിങ്ങൾ ലേസി അല്ല. നിങ്ങളുടെ തലച്ചോറ് മടിയാവാനായിട്ട്, ലേസി ആവാനായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. എങ്ങനെ? നിങ്ങൾ മടിയനല്ല, നിങ്ങളുടെ തലച്ചോറ് ലേസി ആയിരിക്കാനായിട്ട് ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് എന്താ ചെയ്യുന്നത്? ഒരു കാര്യത്തിന് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് നമ്മൾ റീട്രെയിനിങ് എന്നുള്ള ഒരു കാര്യമാണ് ഇനി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്.
ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.